ഇന്നത്തെ നമ്മുടെ റെസിപ്പി എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു മട്ടൻ കറിയുടെ റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് ചപ്പാത്തിയുടെ കൂടെയും അപ്പത്തിൻ്റെ കൂടെയും ചോറിൻ്റെ കൂടെയും ഒക്കെ ആണെന്നുണ്ടെങ്കിലും നല്ല കോമ്പിനേഷനാണ്. നമുക്കത് എങ്ങനെയാണ് റെഡിയാക്കുക എന്നുള്ളതൊന്ന് നോക്കാം. അപ്പോൾ അതിനായിട്ട് ആദ്യം തന്നെ ഒരു കുക്കർ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു 2-3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ഒന്ന് ചൂടാവുന്ന സമയത്ത് നമുക്കിതിലേക്ക് ഒരു ഏലക്കായും 2 കഷ്ണം പട്ട 2 ഗ്രാമ്പും കൂടെ ഇട്ട് കൊടുത്തിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. ഈ ഒരു വെളിച്ചെണ്ണയിൽ ഈ ഒരു മസാലയുടെ ഫ്ലേവർ ഒന്ന് നന്നായിട്ട് കിട്ടണം കേട്ടോ. അതുവരെ ഒന്ന് മൂപ്പിച്ചെടുക്കാം. ഇനി നമുക്കിതിലേക്ക് ചെറിയുള്ളി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു ചെറിയുള്ളി ആയതുകൊണ്ട് ഒരു 20 എണ്ണം എടുത്തിട്ടുണ്ട് കേട്ടോ. ചെറിയുള്ളി കൂടുതലായിട്ട് ചേർക്കുമ്പോഴാണ് മട്ടൻ കറിക്ക് നല്ല ടേസ്റ്റ് കിട്ടുന്നത്. ഇനി ഇതൊന്ന് വഴറ്റിയെടുക്കാം. ഇതിൻ്റെ കൂടെ തന്നെ ഒരു കുഞ്ഞു സവാളയും കൂടെ ഇതുപോലെ ഒന്ന് മുറിച്ചിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതൊന്ന് വഴറ്റിയെടുക്കണം. ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്ന വരെ ഒന്ന് വഴറ്റിയെടുക്കാം കേട്ടോ. ഇപ്പോൾ അത് ഉള്ളിലേക്കൊന്ന് വഴന്നിട്ട് ചെറുതായിട്ട് കളറൊക്കെ മാറി വന്നിട്ടുണ്ട്. ഇത്രയും മതി. ഇനി നമുക്കിതിലേക്ക് മസാലകളൊക്കെ ചേർത്ത് കൊടുക്കാം. മസാലകൾ ചേർത്ത് കൊടുക്കുന്ന സമയത്ത് ലോ ഫ്ലെയിമിൽ വെക്കുക കേട്ടോ, അല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോകും. അപ്പോൾ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്കിതിലേക്ക് ഒരു 2 ടീസ്പൂൺ മല്ലിപ്പൊടിയും 1/2 ടീസ്പൂൺ പെരുംജീരകത്തിൻ്റെ പൊടിയും ചേർത്ത് കൊടുക്കാം. പിന്നെ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു 1-2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ എരിവിന് ഇതിലേക്ക് കുരുമുളക് പൊടിയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. അതുകൊണ്ട് എരിവുള്ള മുളക് പൊടി ഇതിൽ ചേർത്ത് കൊടുക്കുന്നില്ല. പിന്നെ 1/4 ടീസ്പൂൺ ഗരം മസാല ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി 1 ടീസ്പൂൺ 1-2 ടീസ്പൂൺ എരിവുള്ള എത്രയാണോ എരിവ് വേണ്ടത് അതിനനുസരിച്ചിട്ട് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു 1.5 ടീസ്പൂണോളം കുറച്ച് തരിതരിപ്പായി പൊടിച്ചിട്ടുള്ള കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി കുറച്ച് സമയം ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതൊന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കുക. ഈ ഒരു മസാലയുടെ പച്ചമണം ഒന്ന് മാറി കിട്ടുന്നത് വരെ നന്നായിട്ട് വഴറ്റിയെടുക്കണം. പിന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്യുക കേട്ടോ. അപ്പോൾ അതാ ഞാൻ കുറച്ച് സമയം ഇതുപോലെ തന്നെ ഈ ഒരു മസാലകളൊക്കെ ഇളക്കി നന്നായിട്ടൊന്ന് മസാലയൊക്കെ മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു തക്കാളി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് പഴുത്തിട്ടുള്ള തക്കാളി മുറിച്ചിട്ടിട്ട് കൊടുക്കുന്നുണ്ട്. ഇതിൻ്റെ കൂടെ തന്നെ ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചെടുത്തതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതും കൂടെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. തക്കാളിയൊക്കെ ഒന്ന് ഉടഞ്ഞു വരുന്നത് വരെ നന്നായിട്ട് വഴറ്റിയെടുക്കാം. പിന്നെ ഈ ഒരു സമയം വരെ നമ്മളിതിലേക്ക് ഉപ്പ് ചേർത്തിട്ടില്ല. അപ്പോൾ ഇതിലേക്ക് പാകത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു 2 അല്ലി കറിവേപ്പില കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ തക്കാളിയും ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റൊക്കെ നന്നായിട്ട് വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള മട്ടൻ ചേർത്ത് കൊടുക്കാം. 1/2 കിലോ മട്ടനാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് കുറച്ച് സമയം ഒന്ന് ഇളക്കി കൊടുക്കാം. ഈ ഒരു മസാലയൊക്കെ മട്ടനിലൊന്ന് പിടിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ മട്ടൻ വേവിച്ചെടുക്കുന്ന സമയത്ത് ഇതിൽ കൂടുതൽ വെള്ളമൊന്നും ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. മട്ടൻ ഇതാ ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ മട്ടനിൽ നിന്ന് വെള്ളമൊക്കെ ഇറങ്ങി വരുന്നുണ്ട്. പിന്നെ കുക്കറും കൂടെ അടച്ച് വെച്ചാൽ വെള്ളം എന്തായാലും നന്നായിട്ട് തന്നെ ഇറങ്ങി വരും. അപ്പോൾ അത് മസാലയൊക്കെ നന്നായിട്ട് മട്ടനിൽ പിടിക്കുന്ന രീതിയിൽ തന്നെ ഞാൻ ഇളക്കി കൊടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ഇത് കുറച്ച് മൂപ്പ് കൂടിയിട്ടുള്ളൊരു മട്ടനായതുകൊണ്ട് ഒരു 1/4 കപ്പ് വെള്ളം കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇളയ മട്ടനാണെന്നുണ്ടെങ്കിൽ തീരെ വെള്ളം ചേർത്ത് കൊടുക്കേണ്ട കേട്ടോ. അപ്പോൾ ഒരു അല്പം ചേർത്ത് കൊടുക്കുന്നുള്ളൂ. പിന്നെ നമ്മൾ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേവിച്ചെടുത്താൽ മതി. അപ്പോൾ അതും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമുക്ക് കുക്കർ അടച്ചു വെച്ചിട്ട് ഒരു വിസിൽ വന്നതിന് ശേഷം പിന്നെ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേവിച്ചെടുക്കാം. പിന്നെ മട്ടൻ്റെ വേവ് ഓരോ മട്ടനനുസരിച്ചിട്ടാണ് കേട്ടോ. മട്ടൻ്റെ മൂപ്പ് അനുസരിച്ചിട്ട് വേവുന്നതിൻ്റെ ടൈമിലും മാറ്റം വരും. ഇത് ഞാനിതാ കുറച്ച് കൂടുതൽ സമയം വെച്ചിട്ട് തന്നെ വേവിച്ചെടുത്തിട്ടുണ്ട്. നല്ല സോഫ്റ്റായിട്ട് തന്നെ മട്ടൻ ഇപ്പോൾ വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. ലോ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് കുക്ക് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ അതാ ഇത്രയുള്ളൂ. നല്ല കറക്റ്റ് ഗ്രേവിയോട് കൂടിയിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതാ ഇതുപോലെ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. വെളിച്ചെണ്ണ ഒന്ന് ചൂടാവുന്ന സമയത്ത് ഇതിലേക്കൊരു 5 ചെറിയുള്ളി ഇതുപോലെ ഒന്ന് മുറിച്ചത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു പച്ചമുളക് അരിഞ്ഞതും അല്പം കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. ഇതൊന്ന് മൂത്ത് വന്നതിന് ശേഷം നമുക്കിതിലേക്ക് റെഡിയാക്കി വെച്ചിട്ടുള്ള മട്ടൻ ഒഴിച്ചു കൊടുക്കാം. മട്ടൻ്റെ ആ ഒരു ചാറോട് കൂടിയിട്ട് തന്നെ അതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഫ്ലെയിം ഓഫ് ആക്കാം കേട്ടോ. ഇത്രയേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ മട്ടൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഏത് ഫുഡിൻ്റെ കൂടെയും നല്ല കോമ്പിനേഷനാണ് കേട്ടോ ഈ ഒരു മട്ടൻ കറി. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇനി മറ്റൊരു നല്ല റെസിപ്പിയുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്